ആര്യനാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് 5 ഈഞ്ചപുരിയുടെ ഗ്രാമസഭാ യോഗം 1/1/2025 3:30 ഈഞ്ചപുരി LPSൽ കൂടുകയുണ്ടായി. 2025-26 പദ്ധതി രൂപീകരണ ഗ്രാമസഭയാണ് നടന്നത്. പഞ്ചായത്തിലെ ആസൂത്രണ സമിതി കൂടി തയ്യാറാക്കിയ കരട് പട്ടിക ഈഞ്ചപുരി ഗ്രാമസഭയിൽ അവതരിപ്പിക്കുകയും ഭേദഗതി വരുത്തുവാനുള്ളത് ഭേദഗതി വരുത്തുകയും കൂട്ടിച്ചേർക്കുവാനുള്ളത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. വാർഡിൽ മുൻഗണനാ ക്രമത്തിൽ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രത്യേക ഗ്രാമസഭ കൂടിയത്. മുഴുവൻ ഗ്രാമസഭാ അംഗങ്ങളും പങ്കെടുത്തു. വാർഡ് മെമ്പർ ഈഞ്ചപുരി രാജേന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി സനൽകുമാർ ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. ADS ചെയർപേഴ്സൺ സൗമ്യ സ്വാഗതം ആശംസിച്ചു. ഗ്രാമസഭാ കോർഡിനേറ്റർ മേരി കൃതജ്ഞത പറഞ്ഞ് ഗ്രാമസഭ അവസാനിപ്പിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ വാർഡ് തലത്തിൽ ഉള്ള ഗ്രാമസഭയാണ് നടക്കുന്നത്. ഈ ഗ്രാമസഭ വാർഷിക പദ്ധതിയിൽ ഒന്നാം സ്ഥാനം ഏതിനെ പരിഗണന കൊടുക്കണം എന്ന് ചർച്ച ചെയ്യപ്പെടുന്നതിനുള്ള ഗ്രാമസഭയാണ് നടക്കുന്നത്. പഞ്ചായത്ത് തലത്തിൽ ആസൂത്രണ സമിതിയുടെ ഒരു കരട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇന്നത്തെ ഗ്രാമസഭയിൽ അവതരിപ്പിച്ചു. ഈ അവതരിപ്പിച്ചതിന് പ്രകാരം അതിൽ മുൻഗണനാ ക്രമം തിരിയാൻ വർക്കിംഗ് ഗ്രൂപ്പുകൾ 14 വിഷയ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് ഗ്രൂപ്പ് ചർച്ച നടത്തി അതിൽ ഒന്നാമതായിട്ട് ഏത് വിഷയം എടുക്കണം, ഏതിന് മുൻഗണന കൊടുക്കണം എന്ന് ആലോചിക്കുന്ന ഒരു ഗ്രാമസഭയാണ് ഇന്നേ ദിവസം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം തന്നെ പ്രധാനപ്പെട്ട ആര്യനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി സനിൽ കുമാർ സാറാണ് നിർവഹിച്ചു കഴിഞ്ഞത്. അതുപോലെ തന്നെ കോർഡിനേറ്ററുണ്ട്, AD ചെയർപേഴ്സണുണ്ട്, പ്ലാൻ ക്ലാർക്ക് ഹരീഷ് സാറുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത വർഷം 25-26 വർഷത്ത് കൂടുതൽ പദ്ധതികളും കൂടുതൽ വ്യക്തിഗത ആനുകൂല്യങ്ങളും കൂടുതൽ വികസനങ്ങളും നടക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല പങ്കാളിത്തത്തോടു കൂടിയ ഒരു ഗ്രാമസഭയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ ഗുണങ്ങൾ വരുന്ന നാളുകളിൽ ഈ നാടിനും അതുപോലെ വ്യക്തികൾക്കും ഈ പ്രദേശത്തിൻ്റെ വികസനത്തിനൊക്കെ ഒരു മുതൽക്കൂട്ടായി മാറും എന്നാണ് ഞാൻ കരുതുന്നത്. ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കാനും ഗ്രാമസഭ ചേർന്നു. അത് കഴിഞ്ഞ് എന്തെങ്കിലും വിവരം അറിയാമോ? ആർക്കെങ്കിലും അത് പ്രകാരമുള്ള ആനുകൂല്യം കിട്ടിയോ? ഇല്ല. ഇത് ചോദിക്കേണ്ടത് നിങ്ങളാണ്. എന്തായാലും ഉടനെ കിട്ടും. ഈ പദ്ധതിക്ക് മാർച്ച് 31 വരെ കാലാവധിയുണ്ട്. ഗുണഭോക്തൃ പട്ടിക ഒപ്പിട്ട് നിർവഹണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ട് ഒരാഴ്ചയേ ആയുള്ളൂ. അതാണ് ആനുകൂല്യം കിട്ടാൻ വൈകിയത്. ആകെ PMAY മാത്രം മെമ്പറുടെ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗം ഈ വാർഡിലെ ആൾക്കാർ പഞ്ചായത്തിൽ നിന്ന് NOC വാങ്ങി എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. മറ്റൊന്നിലും ലിസ്റ്റ് കിട്ടാൻ വൈകിയത് കൊണ്ട് ആനുകൂല്യമായില്ല. ഉടനെ ഉണ്ടാകും.